എൻ്റെ പേര് അൻസാർ എന്നാണ്. ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്നു. സമയത്താണ് നമ്മൾ ഹോംസ് ഫോറിനായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഹോംസ് ഫോർ ആയിട്ടുള്ളൊരു ജേണി? ഹോംസ് ഫോറായിട്ട് കുഴപ്പമില്ല. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ എൻക്വയറി സമയം മുതൽ അവസാനം വരെ നമുക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഓരോ ഘട്ടത്തിലും എന്തൊക്കെ കാര്യങ്ങൾ, ഒരു വീടാകുമ്പോൾ പല സംശയങ്ങളും ഉണ്ടാവും. ഓൺലൈനായിട്ടായാലും ബൈ കോളായാലും ഒക്കെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവസാനം വരെ. ഓക്കെ, ഹോംസ് ഫോറിന്റെ ഒരു വർക്കിനെ കുറിച്ചിട്ട് പറയാന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു വർക്ക്? അവർ ഹോംസ് ഫോറിന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അവർക്കൊരു സ്ട്രക്ചർ ഉണ്ട്, പ്ലസ് കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് അതും കൂടെ പരിഗണിച്ച്, അതെ അത് ബ്രാൻഡിലായാലും എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ട കാര്യങ്ങളിലായാലെല്ലാം നമുക്ക് വേണ്ട രീതിയിൽ നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നത്. നമുക്ക് ഓരോ സ്റ്റേജുകളിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. നമ്മളിപ്പോ എല്ലാ സ്റ്റേജിലും കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. സ്റ്റാർട്ടിങ് മുതൽ ഇപ്പൊ പില്ലേഴ്സ് ഇടുന്ന കാര്യത്തിലായാലും പിന്നെ ടൈൽസ്, ബാക്കി അക്സസറീസ് എന്തിലായാലും നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്, റിക്വസ്റ്റ് ചെയ്തു. അതുപോലെ നമുക്ക് അതിന്റെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഓക്കെ, വർക്കിന്റെ ക്വാളിറ്റി, മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി വെച്ച് പറയാം, നമ്മൾ തന്നെയാണ് കുറെ മെറ്റീരിയൽ എല്ലാം ബ്രാൻഡ് വൈസ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതിലിപ്പോ വയറിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഈവൻ വർക്കേഴ്സ് വരെ നമുക്ക് ഇന്ന ഇത് മതി എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം അവർ ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ചോദിക്കാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു ഹോംസ് ഫോറിന്റെ ഒരു വർക്കിനെ കുറിച്ചിട്ട് നിങ്ങളൊരു ഔട്ട് ഓഫ് 10 മാർക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ എത്ര കൊടുക്കാൻ പറ്റും? 9.5 കൊടുക്കാം. 9.5 വരെ കൊടുക്കാം. ഓക്കെ, ഗുഡ്. ഹാപ്പി ആണോ നിങ്ങൾ? ഓ, തീർച്ചയായിട്ടും ഫാമിലി ഹാപ്പിയാണ് ഹോംസ് ഫോറിന്റെ വർക്കിൽ? അതെ, അതിപ്പോ കാണുമ്പോൾ തന്നെ അറിയാലോ, ഞങ്ങൾ വിചാരിച്ച രീതിയിൽ എല്ലാം വന്നിട്ടുണ്ട്. മനോഹരമായിട്ട് നമുക്കത് പരിഹരിച്ച് പോകാൻ പറ്റി. അതുകൊണ്ടാണ് ഈ റിസൾട്ടിലേക്ക് എത്തിയത്. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്റെ റിസൾട്ട് ഇത്ര നന്നായിട്ട് വരില്ല. വിചാരിച്ച പോലെ തന്നെ നല്ല ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഹോംസ് ഫോറിനെ കുറിച്ചിട്ട് നിങ്ങൾ അടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും റെഫർ ചെയ്യും. കാരണം ഇതിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെപ്പോലെ എല്ലാം ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ളവരായിരിക്കണം എന്നില്ല ഉള്ളവര്. പ്രത്യേകിച്ച് പുറത്തൊക്കെ ആകുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നവരൊക്കെ ആകുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ആ രീതിയിലൊക്കെ നമ്മുടെ അറിവിലൊക്കെ ആ ഒരു റെഫറൻസ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും പരിചയപ്പെടുത്തും. ഓക്കെ, താങ്ക് യു.